നമസ്കാരം. നടുവേദന പലപ്പോഴും നാഡികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ കൊണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായി നടുവിന് അകത്തുകൂടെ സുഷ്മ്നാ നാഡിയും മറ്റ് ഞരമ്പുകളും പോകുന്നുണ്ട്. ഈ നടുവിനുണ്ടാകുന്ന ഡിസ്കിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, നട്ടെല്ലിനുള്ള പൊട്ടലുകൾ, തേയ്മാനം തുടങ്ങിയവയൊക്കെ സുഷ്മ്നാ നാഡിയെയോ മറ്റ് നാഡീവ്യൂഹത്തെ ബാധിക്കാം. അതിൻ്റെ ഫലമായിട്ട് നടുവേദന കാലിലോട്ട് വ്യാപിക്കാം. കാലിൽ മരവിപ്പ് വരാം, കാലിൽ പെരുപ്പ് വരാം, കാലിന് ബലക്കുറവ് വരാം, മൂത്രത്തിൻ്റെ നിയന്ത്രണത്തിന് നഷ്ടം സംഭവിക്കാം. ഇത്തരം പ്രയാസങ്ങളൊക്കെ സംഭവിക്കുന്നത് നടുവേദനയിൽ നാഡികൾക്ക് കുഴപ്പമുണ്ടാകുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാഡീവ്യൂഹത്തിനുള്ള പ്രയാസങ്ങൾ ചികിത്സിക്കാനായിട്ട് നമ്മൾ ഒരു ന്യൂറോ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് നട്ടെല്ലിലെ തേയ്മാനം. നട്ടെല്ലിലെ തേയ്മാനം അധികവും കുനിച്ച് നിവർന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് സംഭവിക്കുക. ഈ നട്ടെല്ലിൻ്റെ രണ്ട് കശേരുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക്കായ നാള, അതായത് ലിഗമെൻറ്റ്, അത് കുറേ ദ്രവിച്ചു പോവുകയും രണ്ട് കശേരുക്കൾക്കിടയ്ക്കിരിക്കുന്ന കുഷൻ, അതിനെ ഡിസ്ക് എന്നാണ് പറയുക, അത് ആ ദ്രവിച്ച ഭാഗത്തൂടെ ചാടി പുറത്തേക്ക് വരികയും ചെയ്യും. ആ ഡിസ്ക് കാലിലോട്ട് പോകുന്ന ഞരമ്പുകളെ പ്രസ് ചെയ്യാം. അങ്ങനെ ആ ഞരമ്പുകൾക്ക് ഡാമേജ് വരാം. അപ്പോൾ തുടക്കത്തിൽ അത് കാലിൻ്റെ താഴോട്ടുള്ള വേദനയായിട്ട് മാറും. കുറച്ച് കഴിയുമ്പോൾ അത് പെരുപ്പായിട്ട് മാറാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മരവിപ്പും ബലക്കുറവുമായിട്ട് മാറാം. അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ നമ്മൾ മരുന്നുകൊണ്ട് ഉള്ള ചികിത്സ ഫലിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും ഇതിനൊരു കീഹോൾ സർജറി ചെയ്യേണ്ട ആവശ്യം വരാം. ഈ കീഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരാഴ്ചയെ കഴിഞ്ഞ് രോഗിക്ക് പൂർണ്ണമായും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. നടുവേദനയ്ക്കുള്ള വേറൊരു കാരണമാണ് ഈ നട്ടെല്ലിൻ്റെ നാഡീവ്യൂഹങ്ങളിലുള്ള ട്യൂമറുകൾ അഥവാ മുഴകൾ. അത്തരം അവസ്ഥകളിലും നടുവേദനയോടൊപ്പം തന്നെ കാലിൽ പെരുപ്പ്, മരവിപ്പ്, ബലക്കുറവൊക്കെ സംഭവിക്കാം. അപ്പോൾ അതിന് നമ്മളൊരു MRI സ്കാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ട്യൂമറുകളുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതും വളരെ ഏർലി ആയിട്ട് പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ വളരെ വിഷമമില്ലാതെ പൂർണ്ണമായും സുഖം പ്രാപിക്കാൻ സാധ്യതയുണ്ട്. നട്ടെല്ലിൻ്റെ കശേരുകൾക്കുണ്ടാവുന്ന അണുബാധ, അതാണ് നടുവേദനയ്ക്കുള്ള മറ്റൊരു കാരണം. ഈ അണുബാധ സംഭവിക്കുന്നത് സാധാരണ ട്യൂബർക്കുലോസിസ് അഥവാ TB രോഗാണു കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയകൾ കൊണ്ടും ആകാം. ഇത് കടുത്ത നടുവേദനയായിരിക്കും. അങ്ങോട്ട് അനങ്ങാനും തിരിയാനും ഒന്നും രോഗിക്ക് സാധിക്കുകയില്ല. ആ വേദന കാലിലോട്ട് പോകാം. നേരത്തെ പറഞ്ഞ പോലെ കാലിലെ പേശികൾക്ക് ബലക്കുറവും മരവിപ്പും പെരുപ്പുമൊക്കെ ഇതിലും സംഭവിക്കാം. അപ്പോൾ ഇതിലൊരു സ്കാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അണുബാധ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ ആ അണുബാധ ഉണ്ടെന്ന് നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഏത് അണുവാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ആ ഭാഗത്ത് നിന്ന് പഴുപ്പോ മറ്റോ എടുത്തിട്ട് നമുക്ക് കൾച്ചറിന് അയക്കേണ്ടി വരും. അത് പലപ്പോഴും നമുക്കതിനെ തുറന്ന് ഓപ്പണായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് അതിനെ ഒരു വീഡിയോ എക്സ്റേ മെഷീൻ ഉപയോഗിച്ചിട്ട് ആ പഴുപ്പുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ഉള്ളിൽ നിന്ന് ഈ പഴുപ്പിനെ എടുക്കാൻ സാധിക്കും. പഴുപ്പിൽ നിന്ന് അതിൻ്റെ അണുവിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് മരുന്ന് കൊണ്ട് തന്നെ പലപ്പോഴും അതിനെ സുഖമാക്കാൻ കഴിയും. ചില കണ്ടീഷൻസിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് അതിനെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. നടുവേദന ഉണ്ടാകുന്ന മറ്റൊരു കാരണമാണ് കശേരുക്കൾ തെന്നിപ്പോവുക എന്നുള്ളത്. കശേരുക്കൾ തെന്നിപ്പോകുമ്പോൾ അത് ഒരു അളവിൽ കൂടുതൽ തെന്നുകയാണെങ്കിൽ മരുന്ന് കൊണ്ട് ചികിത്സ ഫലിക്കുകയില്ല. ബെൽറ്റ് കെട്ടിയതുകൊണ്ടോ തിരുമിയതോ കൊണ്ടോ ഒന്നും അതിന് പ്രയോജനം ഉണ്ടാവുകയില്ല. അതിന് നമ്മൾ ശസ്ത്രക്രിയ ചെയ്തിട്ട് സ്ക്രൂവും റോഡും ഒക്കെ ഇട്ട് അതിനെ ഉറപ്പിക്കേണ്ട ഒരു സ്ഥിതി വരാം. അത് വളരെ അധികമായിട്ട് അങ്ങ് തെന്നിപ്പോവുകയാണെങ്കിൽ ആ ഓപ്പറേഷനും കുറച്ച് ബുദ്ധിമുട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഏറെ കാത്തിരുന്ന് അധികം അത് തെന്നിപ്പോകുന്നതിന് മുമ്പ് തന്നെ ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് എളുപ്പം. നടുവേദന ഉണ്ടാകുന്നതിന് വേറൊരു കാരണം നട്ടെല്ലിൻ്റെ കശേരുക്കൾ കൊണ്ടാകുന്ന പൊട്ടലുകളാണ്. അത് ഉയരത്തിൽ നിന്ന് വീഴുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണയായി സംഭവിക്കുന്നത്. ബൈക്കിൽ നിന്നെല്ലാം മറിഞ്ഞു വീഴുമ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. പ്രായമായ ആൾക്കാരിൽ എല്ലിൻ്റെ കട്ടി കുറവായതുകൊണ്ട് മിക്കപ്പോഴും
വളരെ ഉയരത്തിൽ നിന്നോ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നോ വീഴേണ്ട അവസരം ഇല്ല. തെന്നി വീഴുമ്പോൾ തന്നെ നട്ടെല്ലിൻ്റെ എല്ലുകൾ പൊട്ടിപ്പോകാം. നട്ടെല്ലിൻ്റെ എല്ലുകൾ പൊട്ടുന്ന ഒരു സ്ഥിതിയിൽ കടുത്ത നടുവേദന, ചെറുതായിട്ട് വീഴ്ചയൊക്കെ വന്നിട്ട് കടുത്ത നടുവേദന വരുന്ന പ്രായമായ ആൾക്കാരെ ഉടനെ തന്നെ എണീപ്പിച്ചിരുത്താൻ ശ്രമിക്കരുത്. അവരെ ഒരു 3-4 ആൾക്കാരെ ചേർന്നിട്ട് ഒരു തടിയെ നമ്മൾ പൊക്കിയെടുക്കുന്ന പോലെ തന്നെ നട്ടെല്ല് വളയാതെ പൊക്കിയെടുത്തിട്ട് അതേ സ്ഥിതിയിൽ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുക. അവിടെ സ്കാൻ എടുപ്പിച്ച് പരിശോധിച്ച് നട്ടെല്ലിന് പൊട്ടലില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ എണീപ്പിച്ചിരിക്കാൻ പാടുള്ളൂ. ഇത്തരം അവസരങ്ങളിൽ നമ്മൾ നട്ടെല്ലിലെ പൊട്ടലുകൾ നമ്മൾ എണീപ്പിച്ചിരുത്തുകയാണെങ്കിൽ പൊട്ടിയ എല്ല് പോയി സുഷുമ്നാ നാഡിയിലോ അല്ലെങ്കിൽ ഞരമ്പുകളിലോ കുത്തിക്കയറിയിട്ട് കാല് രണ്ടും പിന്നെ പൂർണ്ണമായും തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം അവസ്ഥകളിലും നമ്മൾ സ്ക്രൂവും റോഡും ഉപയോഗിച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്ത് രോഗിക്ക് പരിപൂർണമായും സുഖം നൽകാൻ സാധിക്കുന്നതാണ്. നടുവേദനയ്ക്ക് ഉള്ള മറ്റൊരു കാരണം നട്ടെല്ലിലുണ്ടാകുന്ന ട്യൂമറുകളും ക്യാൻസറുകളുമാണ്. നട്ടെല്ലിൽ തന്നെ ഉണ്ടാകുന്ന ട്യൂമറുകളും ക്യാൻസറുമാണ്. അത് ഒരു കശേരുവിലെ മൊത്തം വ്യാപിച്ചു കഴിഞ്ഞാൽ ചില അവസരങ്ങളിൽ നമുക്ക് ആ കശേരു എടുത്ത് മാറ്റി വെച്ചിട്ട് കൃത്രിമമായിട്ടുള്ള ഒരു കശേരു വെച്ച് നട്ടെല്ലിനെ ബലപ്പിക്കേണ്ടി വരാം. അതിനുള്ള സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാണ്. മിക്ക നട്ടെല്ലിലുള്ള ക്യാൻസറുകളും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നട്ടെല്ലിലേക്ക് പടർന്നതാവാം. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അത് മാറിലെ ക്യാൻസറാവാം, പുരുഷന്മാർക്ക് അത് ശ്വാസകോശത്തിലെ ക്യാൻസറാവാം. അല്ലാതെ നട്ടെല്ലിൽ നിന്ന് നേരിട്ട് തുടങ്ങുന്ന മൾട്ടിപ്പിൾ മൈലോമ തുടങ്ങിയ ക്യാൻസറുകളുമുണ്ട്. ഇതിന് കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും ഒക്കെ ഇന്ന് ലഭ്യമാണ്. അത് തുടക്കത്തിലേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനും നമുക്ക് ചികിത്സിച്ച് സുഖമാക്കാൻ സാധിക്കുന്നതാണ്.